ബലപ്പെടുത്തുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നത് എന്ത്? ഈ ഭൂമിയും സ്വർഗവും ഒറ്റവാക്കിലെടുക്കാമോ? ഞാൻ പറയാം, ഈ മനോഹരമായ സന്ധ്യ നമുക്ക് ഇങ്ങനൊന്ന് ഒത്തുകൂടാനും അവസരം തന്ന ജീസസ് ക്രൈസ്റ്റിന് നന്ദിയോടെ അദ്ദേഹത്തെ ഓർക്കുന്നു. അദ്ദേഹം എൻ്റെ അദ്ദേഹത്തിൻ്റെ എരുമശിഷ്യനാണ് ഞാൻ. മോളമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറയണം കേട്ടോ. രണ്ടുപേരും ലൈനായിട്ട് നിൽക്കുക. ഒരാളിവിടെ, ഒരാളവിടെ. എല്ലാരും എന്ന് പറയുമ്പോ തല തൊടുക, ഷോൾഡർ എന്ന് പറയുമ്പോ ഷോൾഡർ തൊടുക, എൽബോ എന്ന് പറയുമ്പോ ഇങ്ങനെ ആരാദ്യം കപ്പെടുക്കുന്നു അതാണ് കളി. ശത്രുക്കള് കിട്ടിയോ? ഷോൾഡർ നീ കപ്പ്. കപ്പുപോയി നീ ഹെഡ് ഷോൾഡർ നീ ഹെഡ് ഷോൾഡർ ഹെഡ് കപ്പ്. Right shoulder. Right shoulder. Right shoulder. Abdomen. 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 Buttocks. Nipple. Knee. Shoulder, head, ear, shoulder, head, ear, nose, eyes, lips, knee joint, start straight, raise your hand. Touch your knee. Touch your foot. Head. Shoulder. Knee joint. Shoulder. Up. ഷോൾഡർ നീ കുണ്ടി
Stand straight. Raise your hand. Touch your butt. Touch your nipple. Touch your shoulder. Touch your ear. Raise your hand. Shoulder. Head. Chin. Ear. Nose. Abdomen. Belly. Abdomen. Ear. Nose. Head. Stand straight. Upper. സന്തോഷായി കപ്പടിച്ചോ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു കൂടു തന്നു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും കനവിലൊരു കല്ലുകനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. ചുംബനത്തിലൂടെ അല്ലല്ല കാലകത്യാൻ മതിയോന്നാ ഞാൻ ചോദിച്ചത്. എന്തു പറഞ്ഞാലും നീ എന്നേതല്ലേ വാവേ നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ കൊടുക്കൂവേ മനത്തെ കൂട്ടി മഞ്ഞു മഞ്ഞുറങ്ങിയേ താരാട്ടും പാട്ടും വഴുക്കത്തെ ഉറങ്ങിയേ പിന്നെയും നീ എന്നെ നെഞ്ചിൽ ചാർച്ചി വാതിലിൽ എന്റെ മുട്ടിയില്ല എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ നിന്നു പിണങ്ങാതെ ഒന്നും കൂടെ കൊടുക്കൂവേ എന്നും വേണാളും വന്നു കണ്ണിൽ തൊട്ടാലും എന്നിൽ കണി കണ്ടേ മണിമുട്ടേ തുടരൂ എന്നും വേണാളും വന്നു കണ്ണിൽ തൊട്ടാലും എന്നിൽ കണി കണ്ടേ മണിമുട്ടേ തുടരൂ തുമ്പ കൊണ്ടു തോണി തുമ്പി കൊണ്ടരാൻ കണ്ണാടി തുമ്പ കൊണ്ട് തോണി തുമ്പി കൊണ്ടരാൻ കണ്ണെഴുത്തി കണ്ണാടി വിളിച്ചു നിർത്താൻ കൊതിച്ചു വന്നു റൈറ്റ് ലെഫ്റ്റ് ഇതിന്റെ ലെഫ്റ്റ് സെന്റർ റൈറ്റ് left, center, center, left, center, right, left, center, center,
right, center, right, center, right, center, right. ഒരു സോങ്ങിന് ചെറിയ ചേഞ്ച് ഉണ്ട് സ്പീഡിലായിട്ട് പാടാൻ പ്രായമുള്ള അനുവദിക്കുന്നില്ല. ഈ സന്ധ്യയെങ്കിൽ നിങ്ങളുടെ മുൻപാകെ ഈ മൈക്രോഫോണുമായിട്ട് നിൽക്കുന്നു.
കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇന്ന് എന്താണ് എൻ്റെ സഹപ്രവർത്തകരോട് പറയേണ്ടത്. ഗ്രൂപ്പ് റെസ്പിറ്റോറിക്കയിലെ മലയാളി സമൂഹമായ നമുക്ക് ഒരു പ്രസംഗം ചെയ്യുവാൻ തക്കവണ്ണമുള്ളൊരു എബിലിറ്റി എനിക്കില്ല, അത് കേൾക്കുവാനുള്ള എബിലിറ്റി നിങ്ങൾക്കില്ല. എന്നാൽ ഞാൻ ഈ അവസരം കിട്ടിയ അവസരം എൻ്റെ പരിശീലനമായിട്ട് മാത്രം കാണുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് വായിച്ച ഒരു പുസ്തകമാണ്. 1895 രചിക്കപ്പെട്ട ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ്. പുസ്തകം വായിക്കാനായിട്ട് വേണ്ടി വായിച്ചതല്ല, ഒരു സ്കിറ്റ് എഴുതാനായിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വായിച്ചത്. അതിനകത്ത് പ്രതിപാദിക്കുന്നത് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട 4ാമത്തെ വൈസ്മാനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ല നമ്മൾ വിശ്വസിക്കുന്നത്, 3 വിദ്വാൻമാര് ഉണ്ണിയേശുവിനെ കാണാനായിട്ട് പോയി എന്നുള്ളതാണ്. എന്നാൽ ഈ കഥ ഇതൊരു ഫിക്ഷനാണ്, നോവലാണ്. അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ആ 4ാമത്തെ വൈസ്മാന്റെ പേര് അർത്ഥവാൻ എന്നായിരുന്നു. 1895 രചിക്കപ്പെട്ട ഒരു ഇംഗ്ലീഷ് നോവലിനകത്തെ ഒരു കഥാപാത്രം. ഇദ്ദേഹം ഈ വിദ്വാൻമാരൊക്കെ പോയത് പുകച്ചം കാണിക്കാൻ വേണ്ടി തന്നെയാണ്. കാര്യം അവർക്കുണ്ടായിരുന്ന ശ്രേഷ്ഠമായ വസ്തുവകകളെല്ലാം കൊണ്ടുപോയി ക്രിസ്തുവിന്റെ മുൻപിൽ സമർപ്പിച്ച് അതിനകത്ത് നിന്ന് കിട്ടുന്ന അനുഗ്രഹം അടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ലക്ഷ്യം. 4ാമത്തെ പുള്ളിയും അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നവയെല്ലാം വിറ്റിട്ട് അദ്ദേഹം ക്രിസ്തുവിനെ കാണുവാനായിട്ട് യാത്രയാവുകയാണ്. എന്നാൽ ഈ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് അവിടെ ആ 3 പേരോടൊപ്പം എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നില്ല. അതിന് കാരണമായി തീരുന്നത് മറ്റവര് 3 പേരും പോകുന്ന വഴിയിൽ അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നു, എങ്ങനെയും ക്രിസ്തുവിനെ കാണുക എന്നുള്ളത് മാത്രം, ഉണ്ണിയേശുവിനെ കാണുക എന്നുള്ളത്. എന്നാൽ അർത്ഥവാൻ എന്ന് പറയുന്ന അദ്ദേഹം ശ്രേഷ്ഠമെന്ന് കരുതിയതൊക്കെയും ആ പോകുന്ന യാത്രയിൽ ആവശ്യക്കാർക്ക് വേണ്ടി ത്യജിക്കുവാൻ തയ്യാറാവുകയാണ്. ആദ്യമായിട്ട് അദ്ദേഹം കാണുന്നത് രോഗാസനായ ഒരു മനുഷ്യനെയാണ്. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനുണ്ടായിരുന്ന പണം ചെലവഴിക്കുന്നു. 2ാമത് അനാഥമാക്കപ്പെട്ട ഒരു വ്യക്തിയെയാണ്. അത് കഥ വായിക്കുന്നവരെ അറിയാം. സ്വർണം, പിന്നെ പേട്, അങ്ങനെ പല ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയുക. അവസാനം അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല. അദ്ദേഹം എത്തുമ്പോഴത്തേക്കും യേശുവിന്റെ യാത്രയാവുകയാണ്. എന്നാൽ ഈ കഥയുടെ അവസാനം അദ്ദേഹം ക്രിസ്തുവിനെ കാണുന്നുണ്ട്. അദ്ദേഹം ക്രിസ്തുവിനെ കാണുന്നത് ക്രൂശിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഈ പാർട്ടിയുടെ ആ ഒരു മൂടൊന്നും കളയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഞാൻ ഓർത്തപ്പോൾ തന്നെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അർത്ഥവാനെ പോലെ ആകണോ, മറ്റുള്ള 3 വിദ്വാൻമാരെ പോലെ ആകണോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ധ്യാനങ്ങളും ഉപരിവിപ്ലവമായ പല പ്രാർത്ഥനകളും ചില കാണിച്ചു കൂട്ടലുകളും ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വേണോ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ? അതോ 4ാമത്തെ വൈസ്മാനായ അർത്ഥവാനെ പോലെ ആവശ്യത്തിലിരിക്കുന്നവരോട് ഒപ്പം നടക്കുവാൻ, അവരുടെ കണ്ണീരൊപ്പുന്ന ഒരു ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് ചിന്തിക്കുക. ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. തുടർന്നുള്ള നാളുകളിൽ ഇതിലും മനോഹരമായ രീതിയിൽ ഈ പരിപാടി നടത്തുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം. ലാൽസലാം. Will